ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചൊരു ചെറിയൊരു ചർച്ചയ്ക്കാണ്. ഇത്രയും വലിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇടയ്ക്കാണ്. തന്തവൈബുള്ളവരുടെ ഏരിയയാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയാറുണ്ട്. തന്തവൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് കണക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്തുകൊണ്ട് അതുകൂടി നോക്കിയിട്ട് റിസ്ക് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് എനിക്ക് ഫേസ്ബുക്ക്. മീനാക്ഷിയുടെ ക്യാപ്ഷനുകളാണ് ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും ചർച്ചാ വിഷയമായിട്ടുള്ളത്. തുടക്കത്തിൽ ഇത് ഞങ്ങൾ പ്രാസം ഒപ്പിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വളരെ രസകരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും തുഷാരുടെയും മീനാക്ഷിയാണ് ഇപ്പൊ കട്ട കോമ്പറ്റീഷനിലും. അല്ലല്ല, രമേശ് ചേട്ടൻ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ള ക്യാപ്ഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുകൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ലീഗൽ അല്ലെങ്കിൽ വാലിഡ് സ്പേസ് ആയിട്ട് കാണുന്നുണ്ടോ? ഇതിനൊരു പ്രത്യേകിച്ച് ഇവിടെ ഒരു സ്വാതന്ത്ര്യമൊന്നും ആവശ്യമില്ല. ഭരണഘടന കൊടുക്കുന്ന ആ ഒരു അവകാശത്തെ നമുക്കൊരു സാധാരണ സർക്കുലർക്ക് ഇറക്കിയിട്ട് അതിനെ ഓവർറൂൾ ചെയ്യാം എന്നുള്ള തെറ്റിദ്ധാരണ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി വെരി സ്റ്റുപ്പിഡ്. കാരണം നിങ്ങൾ ഭരണഘടനയുടെ മേലെയൊന്നും അല്ല. പോകെ പോകെ ഏറ്റവും കുറച്ച് ഇന്ററാക്ഷൻ നടത്തിയാൽ നമ്മൾ സേഫ് ആണോ? വാട്സാപ്പിൽ നിങ്ങൾ സംസാരിക്കുന്ന എന്റെ മെറ്റാഡാറ്റ ആയിരിക്കും ഫേസ്ബുക്കിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്. ആര് വാച്ച് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് മോണിറ്റൈസേഷൻ അൽഗോരിതങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നു. എന്ത് തരം കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യണം, എന്തിനെ പ്രൊമോട്ട് ചെയ്യണ്ട എന്നതിലൊക്കെ ബിഗ് ബ്രദർ പോയിന്റ്സ് ഒക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചൊരു ചെറിയൊരു ചർച്ചയ്ക്കാണ്. ഫേസ്ബുക്ക് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമുക്കിടയിലുള്ള ഒരു പ്രസ്ഥാനമാണ്. ഫേസ്ബുക്കിൻ്റെ ഭൂതകാലം എന്തായിരുന്നു, അത് വർത്തമാന കാലത്തിൽ അത് എങ്ങനെയാണ് നമ്മളായിട്ട് ഇടപെടുന്നത്, ഭാവിയിൽ അതെങ്ങനെ പോകും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഫേസ്ബുക്ക് നല്ലപോലെ ഉപയോഗിക്കുന്ന യുവതലമുറയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് മീനാക്ഷി നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. സന്തോഷം. പ്രശാന്ത് അതിനെ കുറച്ചും കൂടി എന്താ പറയുക, ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലെവറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പ്രശാന്തും, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അനിവർ ഈ സംഗതികളിലൊക്കെ അണിയറ നാടകങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി പരിചയമുള്ള ഇതിൻ്റെയൊക്കെ ഒരു ഇന്നർ ഗെയിംസ് പരിചയമുള്ള ഒരു എക്സ്പെർട്ട്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ IT എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്കാണ് അനിവർ അരവിന്ദ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെ ഒരു സംസാരിക്കുന്നതിൽ നിന്ന് നമുക്കൊരു സംഗതി ഉണ്ടായി വരും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു സംഗതി എന്ന് വിചാരിക്കുന്നത്, ഫേസ്ബുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു റിയൽ ഫേസ്ബുക്ക് മൊമെൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് ആ ഒരു ഫേസ്ബുക്ക് മൊമെൻറ്റ് ലൈഫിൽ ഉണ്ടാകുന്നത്? അതായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കി എന്നുള്ളതല്ല, ഫേസ്ബുക്ക് ഒരു നല്ല സംഗതിയാണ്, കാര്യമായിട്ടുള്ള സംഗതിയാണെന്ന് തോന്നുന്ന ഒരു മൊമെന്റ്. ഫേസ്ബുക്ക് ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് പേര് അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. കാരണം ഇത് പ്രൊമോഷണൽ കാര്യങ്ങൾക്കായിട്ടായാലും അല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പരസ്യം എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് പുറത്തുള്ള ആൾക്കാരെ അറിയിക്കാനായിട്ടും ഒക്കെ നമ്മൾ തന്നെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്ത് കുറച്ച് പേരെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ ഉണ്ടല്ലോ. അപ്പം അതിന് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നിർബന്ധമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഫേസ്ബുക്കിനെ പറ്റി ഇങ്ങനെ ഇത്രയും വലിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇടയ്ക്കാണ്. ഈ ഇടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതേ തുടർന്ന് വലിയ ചർച്ചകളൊക്കെ അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയായിരുന്നു. അങ്ങനെ ആവുകയൊക്കെ ചെയ്ത സമയത്താണ് നമുക്കിതിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഇത് നമ്മളിങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ അത് വെറുതെ ഒരു ഇഷ്യൂ ആവും എന്നതിനപ്പുറത്തേക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒക്കെ അടിയിൽ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ പ്രൊഫഷണൽ സൈഡിൻ്റെ അടിയിൽ വന്ന് ഭയങ്കര ചർച്ചയാണ്. കുറേ സമയം അവർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. അതെനിക്കൊരു ഞാൻ എല്ലാത്തിനും എന്നെ കൊണ്ട് പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുമുണ്ട്, ഞാനും ചർച്ചയിൽ പങ്കെടുക്കാറുമുണ്ട് ഇതേപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇതിനുള്ളൊരു സ്പേസ്, ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് സംസാരിക്കാനുള്ള, എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആവുന്നത് എനിക്ക് ഈ ഇടയ്ക്കാണ്. ഇൻസ്റ്റഗ്രാം കുറച്ചുകൂടി ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും FBയും വ്യത്യസ്തമാണ്. FBയിലാണ് ഞാൻ എനിക്ക് കുറച്ച് സീരിയസ് എന്ന് തോന്നുന്ന കോണ്ടന്റ്സ് ഒക്കെ ഇടുന്നത് FBയിലാണ്. തന്തവൈബുള്ളവരുടെ ഏരിയയാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയാറുണ്ട്. അപ്പം നമ്മളൊക്കെ ഏറെക്കുറെ ആ ഒരു ഫീൽഡിൽ നിൽക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം എങ്ങനെയാണ് പ്രശാന്ത് എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്? തന്തവൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് കണക്കാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സും ആ ഒരു സർക്കിൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫീൽഡിൽ കളക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇൻട്രാക്ഷൻ കൂടുന്നൊരു ഫേസാണ്. പക്ഷെ അന്ന് ദാറ്റ് ഇസ് ഇൻ 2015. അന്ന് ഒഫീഷ്യലി ആരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു സമയമല്ല. അന്ന് ഇപ്പം കളക്ടറായാലും SP ആണെങ്കിലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ആരും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഒരു കാലമല്ല. അപ്പോൾ 2015 ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു പേജ് തുടങ്ങി എന്നുള്ള ഒരു ഇതിലാണ് പെട്ടെന്നൊരു ബൂം
ഉണ്ടായതും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായ അത്രയും റീച്ച് തന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും റീച്ച് ബട്ട് ഐ ഹവ് കെപ്റ്റ് ഇറ്റ് ബോത്ത് ഡിഫറെൻറ്റ്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഫേസ്ബുക്ക് മൊമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇതിൻ്റെ ഒരു പവറോ ഇതിൻ്റെ ഇമ്പാക്റ്റോ ഫീൽ ചെയ്തിട്ടുള്ളത് അവിടെ കളക്ടറായിരിക്കുക ആദ്യത്തെ ആഴ്ച തന്നെയാണ്. ഈ പേജ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിടെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അവിടുത്തെ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രം വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ കുറേ പ്രശ്നങ്ങൾ കണ്ട് വളരെ എന്താ നമ്മളെ ആസ് എ ഡിസ്ട്രിക്ട് കളക്ടർ നമ്മൾ മെൻ്റൽ ഹെൽത്ത് ആക്ടിൻ്റെ കീഴിലുള്ള അതോറിറ്റി ഒക്കെയാണ്. അപ്പോൾ യു സപ്പോസ് ടു മെയിൻറ്റെയിൻ സർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയുണ്ട്. മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്ന ഒരു സാധനം. അപ്പോൾ ഇത് നമുക്ക് ഫണ്ട്സ് ഇല്ല, നമുക്ക് റിസോഴ്സസ് ഇല്ല, പക്ഷേ നമ്മൾ കൺമുന്നിൽ കാണുകയാണ് അവിടെ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഒരു ഹെൽപ്ലെസ്നെസ്സിൽ നിന്ന് വന്ന ഒരു ക്രൗഡ് സോഴ്സിങ് ഞാൻ ഈ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തത്. അതൊരു ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ ഇൻറ്റ്യൂട്ടീവായിട്ട് ചെയ്തു പോയതാണ്. പൈസ ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ സാധനങ്ങൾ എത്തിച്ചു തരാൻ പറ്റുമോ എന്നും പറഞ്ഞിട്ടുള്ള ദാറ്റ് സ്റ്റാർട്ടഡ് ഓഫ് മറ്റേ കമ്പാഷനേറ്റ് കോഴിക്കോട് പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നതൊക്കെ അതിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് വാസ് മോണമെൻ്റൽ ഫോർ മീ പേഴ്സണലി. കാരണം എനിക്ക് മനസ്സിലായി കേവലം ഒരാഴ്ച പോലും എടുത്തില്ല, അവിടുത്തെ റിക്വയർമെൻറ്റ്സ് മൊത്തം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. ക്രൗഡിന് നമുക്ക് അവിടുന്ന് കൺവിൻസിങ് ആയിട്ട് ക്രെഡിബിൾ ആയിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ ആർ വില്ലിങ് ടു റെസ്പോണ്ട്, നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ അത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കളക്ടറുടെ പേജിലേക്ക് അത് നമ്മൾ പറിച്ചു നട്ടു എന്ന് പറയാം. ഡൈനമിക് ആയിട്ടുള്ളൊരു പേജായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതും കൺസൾട്ടേഷനും. നമ്മളല്ലാതെ എൻ്റെ ഫിഗർ ആ സാധനമേ അല്ല, നമ്മൾ കളക്ടറുടെ ഫോട്ടോസ് ഒന്നും ഇടുന്ന ഒരു പേജ് അല്ലായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഐഡിയാസ് പിച്ച് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങൾക്കും ഇതൊരു പ്രൈവറ്റ് പ്ലാറ്റ്ഫോമാണ്, ഇത് സുക്കർബർഗിൻ്റെ ആണ്, പക്ഷേ വി ക്യാൻ യൂസ് ഇറ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. കാരണം ആൾക്കാർ അവിടെയല്ലേ. അനിവർ ഇതിൻ്റെ വേറൊരു രീതിയിലുള്ള സൈഡ് കണ്ടിട്ടുള്ള ആളാണ്, അങ്ങനെ തുടങ്ങിയ ഒരാളാണ്. അനിവറിൻ്റെ ഒരു ഫേസ്ബുക്ക് അനുഭവം എങ്ങനെയായിരുന്നു? ഞാനാണെങ്കിൽ ഒരു 2016 to 2020 ഫേസ്ബുക്ക് ഒന്ന് മൊത്തം മാറിക്കഴിയും. അത് കഴിഞ്ഞ് 2020 ആണ് തിരിച്ചു വരുന്നത്. കോവിഡ് കാലം ഇപ്പൊ കുറെ പേര് കണക്ട് ചെയ്യാൻ വേറെ അതെ കുറെ പേരുടെ കണക്ഷൻ മിസ്സായി പോകണം എന്നുള്ള ഫീൽ വരികയും ഇവരെല്ലാം ഫേസ്ബുക്കിലേ ഉള്ളൂ, അതുകൊണ്ട് ഫേസ്ബുക്കിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിക്കും. 2016 കഴിഞ്ഞ് 2020 അങ്ങനെ വരുന്നത്. അതിനിടയിൽ പല ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2020 അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ കാണുന്ന ഒരു സാധനം ഇത് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ലിങ്ക്ഡിനിൽ എഴുതുകയാണെങ്കിൽ ഒഫീഷ്യൽ സാധനങ്ങൾ എഴുതാൻ പറ്റുള്ളൂ, ട്വിറ്ററിൽ എഴുതുന്നത് ഒരു മീഡിയ ഷേപ്പ് ചെയ്യാൻ പറഞ്ഞ ഇംഗ്ലീഷ് സാധനം എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്കൊരു കൂടി കോണ്ടെക്സ്റ്റ് ഇവിടെ വലിയ പ്രധാനമാണ്. ഇത് കുറച്ച് ഇത്തിരി സ്ലോ ആണ്, ആൾക്കാർക്ക് ഒരു കോണ്ടെക്സ്റ്റ് കിട്ടിയതിന്റെ മുകളിലാണ് ഇവിടുത്തെ ചർച്ചകൾ കുറെ നടക്കുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും എഴുതലെന്ന് പറയുന്നത് പ്രത്യേകിച്ചും പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പോളിസി ഷേപ്പ് ചെയ്യാനോ ഒക്കെ പറ്റണ ഒരു സ്പേസ് ആയിട്ട് തോന്നിയും ഒരു സെമി പേഴ്സണൽ സ്പേസ് ആയിട്ട്, മേ ബി ഇംഗ്ലീഷിൽ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി പറയാൻ പറ്റുന്ന സ്പേസ് ആയിട്ടാണ് ഞാൻ ഇതിനെ ഉപയോഗിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്തുകൊണ്ട് അതുകൂടി നോക്കിയിട്ട് ആ റിസ്ക് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് എനിക്ക് ഫേസ്ബുക്ക്. എന്റെ ഫേസ്ബുക്ക് മൊമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ മറ്റേ 2020 അങ്ങോട്ട് ഒരു 118 എന്ന് പറഞ്ഞിട്ടൊരു കേരള പോലീസ് ആക്ടിലൊരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു 2 ആഴ്ചത്തെ ഫേസ്ബുക്കിലെ ഇടപെടലുകൾ എന്ന് പറയുന്നത്, ഒരു കുറച്ച് പേരുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് എന്റെ റിസൾട്ടിൽ അത് ഗവൺമെന്റ് പിൻവലിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു ഭയങ്കര തിരിച്ച് ഞാൻ 2020 ഫേസ്ബുക്ക് വന്നിട്ട് ഭയങ്കര അത് കൊള്ളാലോ എന്ന് തോന്നിയ ഒരു മൊമെന്റ് ആണ് ആ രീതിയിൽ. പണ്ടൊക്കെ ആണെങ്കിൽ നിരന്തരം പോസ്റ്റ് ഇടുന്നത് നമ്മുടെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ഇപ്പോൾ പഴയ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് അല്ലെങ്കിൽ ഇപ്പം ഒരു ഉത്തരവാദിത്തമായിട്ട് ഡെയിലി പോയിട്ട് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എന്തോ മിസ്സിംഗ് ഔട്ട് ഉണ്ടോ? അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ടോ? പേഴ്സണലായിട്ട് എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനൊരു ഫീലില്ല. എനിക്ക് കുറച്ചും കൂടെ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കും എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് FB എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് പുറത്തിപ്പം കുറച്ച് പേര് അറിയണം എന്നുള്ള സബ്ജക്റ്റുകൾ ഇപ്പം എൻ്റെ അടുത്താണെങ്കിലും എൻ്റെ FBയിൽ മെയിനായിട്ടും എൻ്റെ അടുത്ത് ഇപ്പം ഇതുപോലെ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ചോദിച്ച കാര്യങ്ങളായിരിക്കും. അതിൽ കൂടുതൽ ശ്രദ്ധ നേടാത്ത കാര്യങ്ങൾ പിന്നെയും ആൾക്കാർ ഇങ്ങനെ സംശയം പറയുന്ന സമയത്ത് എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ FBയിൽ എഴുതി വെക്കും. അതായിരിക്കും ഇൻ്റർവ്യൂവിനെ കഴിഞ്ഞും റീച്ച് ആവുന്നത്. അപ്പോൾ എനിക്ക് ആൾക്കാരുടെ അടുത്ത് ഇന്ന കാര്യത്തിൽ എൻ്റെ അഭിപ്രായം സ്പെസിഫൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ എൻ്റെ FBയിൽ എഴുതാറ്. അതിപ്പം അങ്ങനത്തെ ഒരു കാര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ FBയിൽ നിർബന്ധമായിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടിരിക്കണം അങ്ങനൊരു തോന്നലില്ല. പക്ഷേ എൻ്റെ FB ഈ പറഞ്ഞ പോലെ ഭയങ്കര സീരിയസ് ഒരു പ്ലാറ്റ്ഫോം അല്ല. അത്ര അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചുമ്മാ പ്രാസം ഒപ്പിച്ചുള്ള കമൻസും പോട്ടെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുമുണ്ട്. അപ്പം അതെല്ലാം ഞങ്ങൾ വീട്ടിലെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും ഉണ്ട്. അപ്പോൾ അതല്ലാതെ ഫുൾ സീരിയസ് ഇത് തന്നെ പ്രിഫർ ചെയ്യണം എന്നൊരിതൊന്നും എനിക്കില്ല.
വളരെ ഫെമിലിയർ ആയി കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. അതവിടെ അങ്ങ് വന്നുപോയി. ഇതിപ്പോ നമുക്ക് ആ. ശീലിച്ചു പോയി. അത് മാത്രമല്ല സർ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ നമ്മൾ ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു എന്നിരിക്കട്ടെ, നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, ഇപ്പൊ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വില്ലിങ് ആവും അടുത്തതിനെ പറ്റി നമ്മുടെ അഭിപ്രായം ആൾക്കാർ തേടും. അതായത് മീനാക്ഷി എന്തുകൊണ്ട് ഇതിന് അഭിപ്രായം പറഞ്ഞില്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എന്തുകൊണ്ട് ഈ കുട്ടി ഇതിനെ സംസാരിക്കുന്നില്ല ഈ വാട്ടർ എന്നുള്ളത്. ബോട്ടിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആ. സംഭവമാണ്. നിങ്ങൾ ഇത് നിങ്ങൾക്ക് ആ പറഞ്ഞത് സംഭവം നടന്നപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ ഈ സംഭവം ഇതിനെന്ത് ഇതിനെന്താ ഇതിന് മാത്രം സംസാരിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ആക്ച്വലി നമ്മൾ തന്നെ വെച്ചു കൊടുത്തൊരു ബെഞ്ച് മാർക്കാണ്. നമ്മളിങ്ങനെ ഒരു ഇതിൽ സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ നിർബന്ധിതയാവാണ് അടുത്ത വിഷയത്തിലും സിമിലർ വിഷയത്തിൽ സംസാരിക്കാൻ. ഞാൻ അതാ നേരത്തെ പറഞ്ഞു, നമ്മളിത് ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു പാർട്ടായി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ സംസാരിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും എനിക്ക് അയാളെ കാണുമ്പോൾ സംസാരിക്കണം എന്നൊരു കമ്പൾഷൻ ഇല്ലല്ലോ. യു ബിക്കം യൂസ് ടു ഇറ്റ്. എൻ്റെ നെയ്ബർഹുഡിലുള്ള സാധനമാണ്. അപ്പോൾ എനിക്കൊരു കമ്പൾഷൻ അങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പോൾ തോന്നുമ്പോൾ എഴുതും, തോന്നുമ്പം പോസ്റ്റ് ഇടും. ചിലപ്പോൾ നമുക്ക് ഒരു സംഭവം എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നുന്ന മൊമെന്റ് ഉണ്ടാവും. അതിലോട്ട് എനിക്ക് ഓൾസോ മേ ബി ഒരു ഇവല്യൂഷൻ കൂടി ആയിരിക്കാം. തുടക്കത്തിലുള്ള ഈ ആരംഭശൂരത്വം നമുക്ക് കുറയുമല്ലോ. വൺസ് യൂസ് ടു ഇറ്റ്, ഐ തിങ്ക് നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോംസിനും അതിൻ്റെ യൂസേഴ്സ് പതുക്കെ വിഡ്രോ ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. സൈക്കോളജിക്കലി ശരിക്കും ഇങ്ങനെയാണ്. അതിനകത്ത് എക്സൈറ്റ്മെന്റ് കുറയാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് ഈ പ്ലാറ്റ്ഫോംസ് എന്തെങ്കിലും പുതിയ ടൂൾസ് ഇറക്കുന്നതും പുതിയ നമ്പറുകൾ ഇറക്കുകയൊക്കെ ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യും. ചില പ്ലാറ്റ്ഫോമുകൾ നമ്പറുകൾ ഇറക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ചിലപ്പോൾ പതുക്കെ മാറിക്കളയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ എക്സൈറ്റ്മെന്റ് അവർ വിചാരിച്ച പോലെ വരണം എന്നില്ല. അപ്പോൾ ദീസ് ഇഷ്യൂസ് ആർ ദേ. ഫേസ്ബുക്ക് വല്ലാതെ എക്സ്പെരിമെന്റ്സ് നടത്തുന്നില്ല എന്ന് തോന്നുന്നു. അവരൊരു സ്റ്റാൻഡേർഡ് ഇതിൽ പിടിച്ചു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് യൂസ് ടു ആയ ഒരു ഫീലാണ് എനിക്കുള്ളത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ ഞാൻ ഒരു ടൂളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും നമ്മളിപ്പോൾ പലപ്പോഴും പോയി സെർച്ച് ചെയ്ത് തന്നെ നോക്കും, ഇയാൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, കാരണം എന്നെ ആൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അനിവറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു പ്രാവശ്യം അഭിപ്രായം പറയുന്ന ഒരാൾക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു തരത്തിൽ അങ്ങനത്തെ ഒരു പ്രഷർ ക്രൗഡ് ഉണ്ടായിരുന്നു. ആ പ്രഷർ ക്രൗഡിന് നിങ്ങൾ ഒരു തരത്തിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യണ്ട, നിങ്ങൾ ആ പ്രഷർ ചെയ്യുന്ന എക്കണോമിയോട് റെസ്പോണ്ട് ചെയ്യണ്ട എന്ന രീതിയിൽ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് ഒരു കുറച്ച് കാലൊക്കെ ഇപ്പൊ ചിലപ്പോൾ ആൾക്കാർ ഫോളോ ഇപ്പൊ ചെയ്തേക്കും. പക്ഷെ നിങ്ങൾ ഓഡിയൻസിന് വേണ്ടിയിട്ടല്ലോ എഴുതുന്നത്. ഒരു തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതിയല്ലോ. ആ കണ്ടന്റ് എന്നതിനേക്കാളും എപ്പോൾ നിങ്ങൾ പ്രതികരിക്കാമെന്ന് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ തീരുമാനിച്ച പ്രശ്നം തീർന്നല്ലേ. കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ളൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ മീനാക്ഷിയുടെ ക്യാപ്ഷനുകളാണ് ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും ചർച്ചാ വിഷയമായിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാപ്ഷനുകൾ പലതും വൈറലാണ്. അപ്പം അങ്ങനെ ഒരു വൈറാലിറ്റിയും റീച്ചും ഒക്കെ ആലോചിച്ചുകൊണ്ട് എഴുതുന്നതാണോ അതോ എഴുതി വിടുന്നത് അങ്ങ് വൈറലാവുന്നതാണോ? തുടക്കത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഇത് ഞങ്ങൾ പ്രാസം ഒപ്പിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വളരെ രസകരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ അച്ഛനൊക്കെ വളരെ ഇഷ്ടമുള്ള പരിപാടിയാണത്. അപ്പം ഞാൻ ആരെങ്കിലും പറയുന്നത് ചില ക്യാപ്ഷനുകളൊക്കെ എൻ്റെ കമൻറ്റിൽ നിന്ന് വരുന്നതാണ്. ചേട്ടന്മാരിങ്ങനെ പറയും, ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെയെന്ന് പറയും. അപ്പം ഞാനതെടുത്ത് ക്യാപ്ഷനാക്കി അതിനകത്തൊരു ഫോട്ടോയും എടുത്ത് ഞങ്ങളിടും. ആദ്യം ഇത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറാണ്, ഇത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. തുഷാരുടെയും മീനാക്ഷിയാണ് ഇപ്പൊ കട്ട കോമ്പറ്റീഷൻ. അല്ലല്ല, രമേശ് ചേട്ടൻ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ള ക്യാപ്ഷൻസാണ്. ഞാനൊന്നുമില്ല, ചുമ്മാ പ്രാസം ഒപ്പിക്കുന്നു എന്നുള്ളത്. രമേശ് ചേട്ടന്റെ ക്യാപ്ഷൻ കുറച്ചു നേരം നോക്കി നിന്നാൽ നമുക്ക് ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന അതിന്റെ അകത്തൊന്നും കാണും. പക്ഷെ ഇത് ഞങ്ങൾ പ്രാസം ഒപ്പിച്ച് കളിക്കുന്നത്. അപ്പൊ ഇത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഇപ്പൊ ഞങ്ങൾ എല്ലാത്തിലും ഇങ്ങനെ ഒപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അതെനിക്ക് നമുക്കും ഇഷ്ടം, നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ തന്നെ ഞാനും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫേസ്ബുക്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ഓൾട്ടർനേറ്റ് ഇമേജസ് പലതും അനിവറിന് തന്നെ നേരിട്ട് അറിയാവുന്ന പല കേസുകളുണ്ട്. പലരും നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇപ്പം ഉദാഹരണത്തിന് കേശവൻ മാമൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇമേജസ് ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ സീരിയസ് ആയിട്ട് ആ പേരിന് പിന്നിൽ ഒളിച്ചിരുന്നുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കമന്ററി നടത്തുന്ന ഒരുപാട് പേരെ അനിവറൊക്കെ ഉണ്ട്. അനിവറിന് അതിലെന്താ അടിയാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ഒരു സമയത്ത് ഇന്റർനാഷണൽ ചളു യൂണിയൻ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അവര് ഒരു സെൻസിറ്റിവിറ്റിയിൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യുമെന്ന് ഞാൻ പറയാം. അത്തരത്തില് ഒരുപാട് ഒരു കുട്ടിക്കാന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് ആ രീതിയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഓൺലൈൻ പുതിയ കഥാപാത്രങ്ങളും ട്രോൾ മീമുകളുടെയും കാലമായി. അപ്പോഴാണ് ഈ കേശവമാമനും സുമേഷ് കാവ്യപ്പടിയും ഒക്കെ പോലുള്ള കഥകൾ ഉണ്ടാവുന്നത്. അത് പിന്നെ മെയിൻ സ്ട്രീം വരെ എത്തി. പിന്നെ അതുപോലെ ഒരു മെഡിക്കൽ ഫേസ്ബുക്കിന്റെ കാലം ഉണ്ടായിരുന്നു, മ്യൂസിക് ഫേസ്ബുക്കിന്റെ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ തരത്തിലുള്ള സബ് കൾച്ചേഴ്സ് ഉണ്ട്. ആ രീതിയിലുള്ള സബ് കൾച്ചേഴ്സ് പല ഭാഗത്തായിട്ട് ഫേസ്ബുക്കിന്റെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടായി വരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഈ അറ്റൻഷൻ എക്കണോമിയുടെ ക്രിയേറ്റർ എക്കണോമിയുടെ ഇത് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇത് തരത്തിൽ മോണിറ്റൈസേഷന്റെ കാലമാണ്. അപ്പോ
മോണിറ്റൈസേഷന്റെ പുറത്തുള്ള ഒരുപാട് തരത്തിലുള്ള പോസ്റ്റുകളാണ് ഫേസ്ബുക്കിന്റെ ഇപ്പോഴത്തെ ട്രെൻഡിനെയും വിസിബിലിറ്റിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ പ്രാധാന്യം പതുക്കെ കുറഞ്ഞുകൊണ്ട് വീഡിയോ, വിഷ്വൽ, ഇമേജ് കണ്ടന്റുകളിലേക്കുള്ള പ്രൊമോഷൻ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടന്റുകൾക്കുള്ള ഒരുപാട് പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ചിലവർ അതിനൊപ്പം പോയി അതിന്റെ ഒപ്പമുള്ള അറ്റൻഷൻ പിടിക്കുന്നവരുണ്ട്. ചിലവർ കണ്ടിന്യൂസ് എന്താ പറയാ, മലയാളം ഫേസ്ബുക്കിന്റെ പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. അപ്പൊ ആൾക്കാർ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി എഴുതുന്നവർ എന്ന് പറയുന്നത് എന്റെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇപ്പോ ചർച്ചകളിലേക്ക് വീണ്ടും 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 റീവിസിറ്റ് ചെയ്യപ്പെടുന്ന ചർച്ചകളുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ട്വിറ്ററും ഫേസ്ബുക്കും എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്വിറ്ററിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോകും. മേ ബി ഒരു വിഷയം ഷേപ്പ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ട്വിറ്ററിലെ ചർച്ച കൂടുതൽ നടക്കുക. മലയാളം ഫേസ്ബുക്കിൽ എത്തുമ്പോൾ അത് റീവിസിറ്റ് ചെയ്യപ്പെടുകയും പിന്നെ അതിന്റെ മുകളിൽ 2-3 ദിവസം ഒക്കെ എടുത്തുകൊണ്ട് മേ ബി ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ട്രെൻഡുകളായിട്ടുള്ള ചർച്ചകളൊക്കെ ആയിട്ടാണ് ഇത് നടക്കുക. അപ്പോ അതിനുള്ളില് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നവരും എന്ന് പറയുന്ന ഓഡിയൻസ് ആണ് ഫേസ്ബുക്കിന്റെ ഓഡിയൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിലൂടെ നിങ്ങൾ കൂടുതൽ ധൈര്യശാലികളാവുകയാണോ ചെയ്തിട്ടുള്ളത്, അതോ നിങ്ങൾക്ക് സ്വതവേ ഒരു സെൻസർഷിപ്പിനുള്ള പ്രവണത കൂടി വരാണോ ചെയ്യുന്നത്? ധൈര്യമാണോ സെൻസർഷിപ്പാണോ, ഏതാണ് മികച്ചു നിൽക്കുന്നത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു. ഇതിപ്പം മേ ബി എൻ്റെ പ്രായം കൊണ്ടായിരിക്കാം, എനിക്കറിയാം. നമ്മളൊരു കണ്ടന്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ ആൾക്കാർ എങ്ങനെ റെസ്പോൺസ് ചെയ്യും, ഇങ്ങനെ 2 തരത്തിലുള്ള റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് എത്രത്തോളം ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ വരുന്ന കുറച്ച് ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം കുറച്ചധികം ഈ പറയുന്നത് പോലെ തന്നെ വൈറൽ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ്, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ ഇതിനോട് അവെയറായി ഞാൻ കുറച്ചും കൂടി ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ പഠിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കുറച്ച് അവയർനെസ് കൂടി, അതല്ലാതെ ഒന്നുമില്ല. ജാഗ്രത എന്ന് പറഞ്ഞ വാക്കാണ് എനിക്ക് തോന്നുന്നു മീനാക്ഷി പറയണേന്നു. ധൈര്യത്തെക്കാൾ കൂടുതൽ ജാഗ്രതയാണ് കിട്ടുന്നതെന്നുള്ളത് സത്യമാണ്. ഇതൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക, എൻ്റെ ഒരു സർക്കിളിരുന്ന് സംസാരിക്കുക, അതിന് പകരം ഇത് ജസ്റ്റ് ആംപ്ലിഫൈഡ്. അപ്പോൾ പവർഫുൾ ടൂളാണ്. ആ ടൂള് സ്വാഭാവികമായിട്ടും നമുക്ക് സ്ട്രെങ്ത്തും തരും. വളരെ പവർഫുൾ ടൂളാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ടല്ലോ, അതിൻ്റെതായ ജാഗ്രത പറഞ്ഞുകൊണ്ട് കാണിക്കുകയും വേണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ അത് ടൂൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, അത് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കുത്തൊഴുക്കിൽ നമ്മൾ ഒന്നും അറിയാതെ ചെന്ന് പോകരുത്. ഇതിൻ്റെ ആൽഗോരിതത്തിനെ പറ്റി മനസ്സിലാക്കണം, ഇതിൽ റെസ്പോൺസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് ഓവർ ടൈമാണ് മനസ്സിലാവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് ടെക്നിക്കൽ ഇതിൻ്റെ സൈഡ് വശമുള്ളവരുടെ ടോക്സ് ഒക്കെ കേൾക്കുക. അപ്പോൾ അൻവറൊക്കെ പറയുന്ന തൊട്ട് അതിൻ്റെ ഹൗ ഇറ്റ്സ് ബീങ് ഓപ്പറേറ്റഡ് ഓർ റാദർ മാനിപ്പുലേറ്റഡ് ഫ്രം ദ ബിഹൈൻഡ്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ട്രെൻഡിങ് ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ ഇത് അറ്റൻഷനാണ് അവിടെ വിൽക്കപ്പെടുന്നത്, അതാണ് സെയിൽ ചെയ്യപ്പെടുന്നത്, നിങ്ങളെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ എടുത്ത് യൂസ് ചെയ്യാം. അതേസമയം എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന ദിവസം ഞാൻ ഒരു ദിവസം വന്നൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് കിട്ടില്ല എന്നും അറിയണം. ആ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ടൂള് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എന്താ പറയുക റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടി വലിയ ചിലപ്പോൾ 2 പോസ്റ്റൊക്കെ ഇട്ട് പോകുന്നതും ഇറ്റ്സ് ഫൈൻ. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുകൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ലീഗൽ അല്ലെങ്കിൽ വാലിഡ് സ്പേസ് ആയിട്ട് കാണുന്നുണ്ടോ? ആക്ച്വലി അത് വെരി ഗുഡ് പോയിന്റ്. കാരണം ഇതൊരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമായി കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഡൊമൈനകത്ത് വരുന്ന സംഭവം മാത്രമാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഇവിടെ ഒരു സ്വാതന്ത്ര്യമൊന്നും ആവശ്യമില്ല. ഇത് പലപ്പോഴും മനസ്സിലാവുന്നില്ല. ലീഗൽ ലിറ്ററസി വളരെ കമ്മിയായത്, ലിറ്ററസി എന്നുള്ളതല്ല, ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ കുറവായതുകൊണ്ട് ഭരണഘടന കൊടുക്കുന്ന ആ ഒരു അവകാശത്തെ നമുക്കൊരു സാധാരണ സർക്കുലർക്ക് ഇറക്കിയിട്ട് അതിനെ ഓവർറൂൾ ചെയ്യാം എന്നുള്ള തെറ്റിദ്ധാരണ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ട്, പല അതോറിറ്റീസിനും ഉണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സാധാരണ ജീവനക്കാരുമൊക്കെ എന്താ ഈ മേലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടരുതെന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞ് ചില ഉദ്യോഗസ്ഥരെ ഇറക്കുന്ന കാണാം. ഇറ്റ്സ് ആക്ച്വലി വെരി സ്റ്റുപ്പിഡ്. കാരണം നിങ്ങൾ ഭരണഘടനയുടെ മേലെയൊന്നും അല്ല. ഭരണഘടന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഭരണഘടന അനുസരിച്ച് ഭരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഓവർറൂൾ ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇതിനുള്ള പവേഴ്സ് കൊടുത്തിരിക്കുന്നത് പാർലമെന്റിനും അസംബ്ലിക്കും കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബഹുമാനിക്കാൻ ആദ്യം നമ്മൾ പഠിച്ചെങ്കിലേ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത്. ബട്ട് പോയിന്റ് ഈസ് ഇതൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ 19 തരുന്ന അവകാശം വിനിയോഗിക്കാൻ ഏതൊരു പൗരനും ഉള്ള പോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചെയ്യാം. അതിനകത്ത് കാണിക്കേണ്ട ഒരു മാന്യതയും മര്യാദയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ റൂൾസാണ്, റൂൾസ് ഓഫ് ദി ഗെയിം അവിടെയാണ്. അപ്പം അവിടെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് സെൻസ്. ഓരോ സ്ഥലത്തിനും ഒരു ലോജിക്കും കോണ്ടെക്സ്റ്റും സെൻസും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സർക്കാർ മീറ്റിംഗ് സംസാരിക്കുന്ന പോലെ അല്ല നമ്മൾ ഫേസ്ബുക്കിൽ സംസാരിക്കുക. ഫേസ്ബുക്കിൽ സംസാരിക്കുമ്പോൾ
പോലെ ആയിരിക്കില്ല നമ്മൾ വീട്ടിനകത്ത് സംസാരിക്കുക. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പെരുമാറാനുള്ള സാമാന്യ ബുദ്ധി മാത്രമേ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എയറിൽ പോകുന്ന ഒരു കാലമാണ് പലപ്പോഴും. നമുക്കറിയാൻ പറ്റില്ല എന്തിന്റെ പേരിലാണ് എയറിൽ പോകുന്നതെന്ന്. അപ്പം ഒരു മോബ് ലിഞ്ചിങ് ഒരു തീർച്ചയായിട്ടും അതും ഈ ഡീഹ്യൂമനൈസിങ്ങിന്റെ എഫക്റ്റ് ആണ്. ഈ മോബിലിംഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പോയിട്ട് അവനെ മനുഷ്യനായിട്ട് ില്ല അവനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം, നമുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ക്രൂവൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അതിലെന്തെങ്കിലും ഒരു പ്രത്യേക പ്ലഷർ ആളുകൾക്ക് കിട്ടുന്നുണ്ടോ? പിന്നെ ഇത് ഇഷ്ടംപോലെ സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്. മനുഷ്യൻ ഇൻട്രിൻസിക്കലി സാഡിസ്റ്റിക് നേച്ചറാണ്. അവന് ഉപദ്രവിക്കാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ വളരെ ഇവോൾവ് ആയിട്ടുള്ളൊരു ജീവിയായിട്ടൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുമെങ്കിലും ഇൻഹറന്റ്ലി ഒരു സാഡിസ്റ്റിക് പാർട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക ഫ്രോണ്ടൽ ലോബിന്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ തെറ്റ് ശരി മൊറാലിറ്റി അങ്ങനെ കുറേ സാധനങ്ങൾ ാണ് നമ്മൾ കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയിട്ടൊരു ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഒരു ഇന്റേണലി ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് വേറെ ഒരു കൺട്രോൾ സിസ്റ്റംസോ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഒരു അവസരം കിട്ടിയാൽ നേരത്തെ പറഞ്ഞ അനോണിമിറ്റിയും അക്കൗണ്ടബിൾ ആവാതിരിക്കാനുള്ള സാധ്യതയൊക്കെ കിട്ടുമ്പം അവൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരും. പിന്നെ ഓരോരുത്തരുടെ നേച്ചറും ഡിഫറെൻ്റ് ആണ്. ചിലരുടെ ഈ പറഞ്ഞോട് അപ്ബ്രിങ്ങിങ് അവരുടെ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു നെയ്ബർഹുഡിൽ ജീവിക്കുകയാണെങ്കിലും നല്ലൊരു നെയ്ബർഹുഡ് എന്ന് പറയില്ലേ, ചിലയിടത്ത് ശാന്തമായിട്ടുള്ള നെയ്ബർഹുഡൊക്കെയാണ്, അവിടെ പ്രശ്നമൊന്നുമില്ല. വേറെ ചില നെയ്ബർഹുഡുകൾ പ്രശ്നമാണ്, അവിടെ വയലൻസ് ഉണ്ടാകും, ചിലപ്പോൾ ഗുണ്ടാ സംഘങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയ ഒക്കെ ആയിരിക്കും, വലിയ പ്രശ്നമുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കും അല്ലെങ്കിൽ എനി സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതിൻ്റെ ചുറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. നമ്മുടെ ആൽഗോറിതവും നമ്മൾ ഫോളോ ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ഇപ്പം നമ്മളെ നെയ്ബർഹുഡ് ഏതാണ്ട് നമ്മൾ അറിയാതെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഈ ബ്ലോക്ക് ബട്ടൻ്റെ ഇമ്പോർട്ടൻസും. വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്ന ആൾക്കാർ, പറഞ്ഞാൽ മനസ്സിലാവാത്തവർ, അങ്ങനെയൊക്കെ ഉണ്ട്. അവരുടെ IQ ലെവൽസ് മൈറ്റ് ബി ഡിഫറെൻറ്റ്. ഇപ്പം നമ്മളെ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയം എഴുതിയിട്ട് ഇപ്പോൾ അൻവറൊക്കെ ടെക്നോളജി ബേസ്ഡ് ഒരു സാധനം, ഈ ടെക്നോളജിയെ പറ്റി ഒരു കുന്ത് പറയാത്ത ഒരാൾ വന്നിട്ട് ഘോര അവിടെ ചിലപ്പോൾ അൻവറിനെ പഠിപ്പിക്കാൻ നോക്കും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഫീഡ് സ്പോയിൽ ആവുകയാണ്. എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ഓഫീസിലേക്ക് പറഞ്ഞയക്കുക അവരെ. അങ്ങനെ പതുക്കെ നമ്മളൊരു ഏരിയ സാനിറ്റൈസ് ചെയ്ത് കൊണ്ടുവരാം. ഒരു ചെറിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോ ചേംബർ ഇതിലോട്ട് പോകാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നല്ല പോസിറ്റീവായിട്ടുള്ള ക്രിട്ടിക് ആണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ടോളറേറ്റ് ചെയ്യാം. അതല്ല സംസാരത്തിൽ നമുക്ക് നമ്മളെ മെൻ്റലി ഇറിറ്റേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ലക്ഷ്യം. പേഴ്സണലാണ്. ഇപ്പോൾ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാം, പേഴ്സണൽ ഇത് ഡിസ്കസ് ചെയ്യാം. പലരും ഫേസ്ബുക്കിൽ വന്നിട്ട് ഇഷ്യൂസ് അല്ല ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇഷ്യൂ ബേസ്ഡ് ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ വ്യക്തിയാണ് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അത്തരം ആൾക്കാരെ ബ്ലോക്ക് ഓഫീസിലേക്ക് പറഞ്ഞയക്കുന്നതാണ്. അവനെ നന്നാക്കാൻ നിന്നിട്ട് നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. അതായത് ജഡ്ജ്മെന്റുകൾ ഭയങ്കര കൂടുതലാണ്, വളരെയധികം ജഡ്ജിമാരാണ്. നമ്മൾ പലപ്പോഴും അറിയാത്ത ഒരു ലോകമാണ് ഫേസ്ബുക്ക്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ നിഷ്കളങ്കമായിട്ട് പോസ്റ്റ് ഇടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പം അവിടെയൊക്കെ ഒരു തരത്തിലുള്ള എന്താ പറയുക സർവൈലൻസ് കാറ്റഗറൈസേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഈസ് ദ ബിഗ് ബ്രദർ വാച്ചിങ് ഉണ്ടാവുമല്ലോ എന്ന് മാത്രമല്ല, അത് എൻവയർമെന്റ് നോ ബെറ്റർ. ഇൻഫാക്ട് ഈ മെറ്റയുടെ പണി തന്നെ ഇത് തന്നെയാണല്ലോ. ദേ ആർ സെല്ലിങ് അസ്. അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളവിടെ നിൽക്കണം എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ഇത് നമ്മൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആവണം അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ബോധ്യങ്ങൾ കറക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിഡ്രോ ചെയ്യണം ചില കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഫോട്ടോസ് ഇടുന്ന മാതിരിയുള്ളത്. ഇറ്റ്സ് എ കോൺഷ്യസ് ചോയ്സ്. നമ്മൾ അറിഞ്ഞറിഞ്ഞ് പോകണം. നമ്മൾ അറിയാത്ത പലതും നടക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ട്. നമ്മുടെ ഡാറ്റ വിറ്റന്മാർ കാശുണ്ടാക്കുന്നുണ്ട്, ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുന്നുണ്ടാവും, നമ്മളെ പ്രൊഫൈൽ ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ സംസാരിച്ച ഒരു വിഷയത്തിൻ്റെ പുറത്ത് പരസ്യങ്ങൾ വരുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു മിത്തൊന്നുമല്ല, റിയാലിറ്റിയാണ്. ഇപ്പം മെറ്റ പോലുള്ള കമ്പനികളും അക്രോസ് ബോർഡ് പോവല്ലേ, അവരുടെ കയ്യിൽ തന്നെയാണ് വേറെയും കുറേ പ്ലാറ്റ്ഫോംസ് കിടക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. ഇൻസ്റ്റ ആണെങ്കിലും വാട്സാപ്പും അല്ലേ, വേറെ ഉണ്ടോ എനിക്ക് ഈ രണ്ടെണ്ണം ഡെഫിനറ്റ്ലി ഇവരുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഒരു അവിടെ പറഞ്ഞ കാര്യമായിരിക്കും ചിലപ്പോൾ ഇപ്പുറത്ത് വരുന്നത്. ഞാൻ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിനകത്ത് ഞാൻ ഇവർ എൻക്രിപ്റ്റഡ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഐ എം വെരി ഷുവർ അവർ കീവേഡ്സ് എന്തായാലും എടുക്കുന്നുണ്ടാവും. സംതിങ് മസ്റ്റ് ബി ഹാപ്പനിങ്. പോകെ ഏറ്റവും കുറച്ച് ഇന്ററാക്ഷൻ നടത്തിയാൽ നമ്മൾ സേഫ് ആണോ ആ പ്ലാറ്റ്ഫോമിൽ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ബിഗ് ബ്രദർ എന്നതിനേക്കാളും നമ്മൾ ആലോചിക്കേണ്ടത് മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ്. ഇത് മെറ്റ എന്ന് പറയുന്നത് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഇപ്പൊ ത്രെഡ്സും മെറ്റ എയും ഒക്കെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ആണല്ലോ. ഫേസ്ബുക്കും ഒക്കെ വരുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ആസ് എ പ്ലാറ്റ്ഫോം മാറിയത് എന്തായാലും ഇന്റർ കണക്റ്റഡ് ആയ, ഇവിടെ ഇടുന്ന സ്റ്റാറ്റസ് അവിടെ പോകുന്ന, അവിടെ ഇടുന്ന ഇങ്ങോട്ട് വരുന്ന ആ രീതിയിൽ ഇപ്പൊ ത്രെഡ്സിലൊക്കെ ഏതൊക്കെ പോസ്റ്റ് പോരുന്ന ആർക്കും പോലും അറിയില്ല, ആരവിടെ കാണുന്നത് പോലും അറിയില്ല. ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് കണ്ടന്റിന്റെ സീഡിംഗ് നെറ്റ്വർക്ക് ആയിട്ട് ഇതെല്ലാം മാറിക്കഴിഞ്ഞു. വാട്സാപ്പിൽ നിങ്ങൾ സംസാരിക്കുന്ന എന്റെ മെറ്റാ ഡാറ്റ ആയിരിക്കും ഫേസ്ബുക്കിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്. ആര് വാച്ച് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് മോണിറ്റൈസേഷൻ അൽഗോരിതങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഈ മെറ്റഡാറ്റ എന്ന് പറഞ്ഞ ഒന്നുകൂടെ വിശദീകരിക്കാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങണം, ഇന്നൊരു ലിങ്ക് കൊള്ളാമോ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു. അടുത്ത ദിവസം നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലിങ്കിന്റെ മെറ്റാഡാറ്റ എന്ന് അവർക്ക് മനസ്സിലായി,
നിങ്ങളൊരു കിടക്ക വാങ്ങാൻ തീരുമാനിക്കണമെങ്കിൽ ആ കിടക്ക കമ്പനി നിങ്ങൾക്ക് കിടക്ക വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട് എന്ന് മെറ്റാഡാറ്റയിൽ നിന്ന് ആ ലിങ്കിൽ നിന്ന് മാത്രം അവർക്ക് മനസ്സിലാക്കാമല്ലോ. നിങ്ങളുടെ മെസ്സേജ് വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന്ന് പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കിടക്ക കമ്പനികളുടെ പരസ്യം കണ്ടായിരിക്കും, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇതേപോലെ ഉള്ള നിരവധി സാധനങ്ങൾ ഒരു ഭാഗത്തിറക്കും. അപ്പുറത്തത് മെറ്റയുടെ റൈബാൻ ഗ്ലാസും മറ്റതും ഒക്കെ വരികയും ലോകം മുഴുവൻ ഓഡിയോ വിഷ്വൽ എ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ മെറ്റ എ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പിക്ചർ അതിന്റെ ഒപ്പം ഉണ്ടാക്കണോ വേണ്ടേ എന്ന് അവർ ഒപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മെറ്റ എയിൽ തന്നെ ഫോളോവേഴ്സ് ഇപ്പൊ കഴിഞ്ഞപ്പോൾ ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മെറ്റ എ കണ്ടന്റ് മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി തുടങ്ങി. ഫേസ്ബുക്ക് എന്തായാലും ഇപ്പൊ നമുക്കറിയാം 35 മുതൽ 44 വരെ വയസ്സുള്ള ആൾക്കാരാണ് ഫേസ്ബുക്കിലെ ഭൂരിഭാഗം, ഒരു ഏകദേശം 40% മീതിയുള്ള ഓഡിയൻസ് എന്നാണ് മറ്റേ ഇപ്പൊ നടക്കുന്ന സ്റ്റഡീസ് ഒക്കെ വന്നിട്ടിരിക്കുന്നത്. 25 to 35 വയസ്സാണ് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ. ബാക്കിയുള്ളവരൊക്കെ എന്നുള്ളത് മറ്റു പ്ലാറ്റ്ഫോമിലാണ്. എനിക്ക് തോന്നുന്നു പ്രശാന്ത് അതിനെ പറ്റി നേരത്തെ പറയണ്ടായിരുന്നു. എങ്ങനെയാണ് മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം പിടിച്ചേക്കുന്നത്? ഇവര് ഇൻസ്റ്റാഗ്രാമിനൊപ്പം ചേർത്തുകയും ക്ലോസ്ലി ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എവിടെ എന്ത് മാറ്റം ഉണ്ടായാലും അത് എല്ലാ പ്ലാറ്റ്ഫോമിന്റെ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ള വ്യത്യസ്ത ഓഡിയൻസുകളെ കൂട്ടിച്ചേർക്കുന്ന ഒരു കണ്ണിയായിട്ട് മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. അപ്പോൾ പിന്നെ അതിനൊപ്പം തന്നെ എന്ത് തരം കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യണം, എന്തിനെ പ്രൊമോട്ട് ചെയ്യണ്ട എന്നതിലൊക്കെ ബിഗ് ബ്രദർ പോയിന്റ്സ് ഒക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ശാസ്ത്രത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ ഫേസ്ബുക്കിന് പങ്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് സത്യമായതുകൊണ്ടാണോ കൺവിൻസിങ് ആയതുകൊണ്ടാണ് ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ? എല്ലാ കണ്ടന്റിനെയും ആക്ച്വലി ജനകീയമാക്കുന്നതിന് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യം പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഓഡിയൻസ് ആണല്ലോ അവിടെ ഇത് നോക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ സയന്റിഫിക് ടെമ്പർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് എൻ്റെ എല്ലാ ആൻസറുകളിലും എനിക്ക് അതും കൂടെ ചേർത്ത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം എനിക്കത് വലിയ നമുക്കറിയാത്തൊരു മേഖല, പെട്ടെന്ന് പഠിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുന്നേ തന്നെ ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നതിന് വളരെ മുന്നേ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ഓഡിയൻസ് ആണ് FBയിൽ ഉള്ളത്. അപ്പം അത് കൂടി വന്നതാണ് ഇപ്പം നമ്മൾ കാണുന്ന അത്രയും മില്യൺസ് ഓഫ് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് വളരെ ചെറുപ്പത്തിലേ കിട്ടിയ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്ന റോൾസുകളെല്ലാം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ റോളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ടും എൻ്റെ അടുത്ത് അയ്യോ ഞങ്ങളുടെ മീനുകുട്ടി അത് ഭയങ്കര നല്ല കുട്ടിയാണ്, ഞങ്ങളുടെ കൊച്ചാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മാത്രമല്ല ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെയും കൂടെയാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട, അങ്ങനെ നമ്മൾ അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായിട്ടിരിക്കുക, നല്ല സുഖമുള്ള പരിപാടിയാണ് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ എന്ത് ചെയ്താലും കുറേ ആൾക്കാർ നമുക്ക് സപ്പോർട്ടിനുണ്ട്. അപ്പോൾ എന്നും അങ്ങനെ തന്നെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ കുറച്ചുകൂടെയൊക്കെ വലുതായി നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ കാലത്തും എല്ലാവർക്കും അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളായിട്ടൊന്നും ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ സയന്റിഫിക് ടെമ്പർ ഞാൻ ഇഷ്ടപ്പെടുമ്പോഴും അതിഷ്ടമല്ലാത്ത അത് എതിർക്കുന്ന ഒരു പക്ഷവും കൂടെ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഞാനത് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ വ്ലാത്തു സാറിൻ്റെയും വൈശാഖൻ തമ്പിയുടെയും മൈത്രേൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ എൻ്റെ FB കൂടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതിനെതിരെ അഭിപ്രായമായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഒരു പോസ്റ്റിംഗ് സീറോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ട്. അനിവാര്യ കുറച്ചുകൂടി ആ ടേം പരിചയം ഉണ്ടാവും. ഞാൻ പലയിടത്തും അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾസും അതിനെപ്പറ്റിയുള്ള വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. പോസ്റ്റിംഗ് സീറോ, അതായത് ഒരു ടെക്സ്റ്റ് ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആയിരുന്ന ഫേസ്ബുക്ക് ഇപ്പം അതിൽ നിന്ന് കുറഞ്ഞ് ആളുകൾ ഇപ്പോൾ 1000 പേരുള്ളവരിൽ 1000 പേരും ഡെയിലി പോസ്റ്റ് ഇട്ടോടുന്ന് 1000 പേരിൽ ഒരാൾ പോലും പോസ്റ്റ് ഇടാത്ത അവസ്ഥയിലോട്ട് പോസ്റ്റിംഗ് സീറോ ആയി മാറി എന്ന് പറയുന്നു. അത് ഫേസ്ബുക്കിന് ആസ് എ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് ദോഷം ചെയ്യുമോ എന്നുള്ള ചോദ്യം. അത് അൻവറിൽ തുടങ്ങാം, ബാക്കിയുള്ള എക്സ്പീരിയൻസ് ഇവിടെയും പറയാം. ഫേസ്ബുക്ക് ഒരു സമയത്ത് കമ്മ്യൂണിറ്റികളുടെ ഒരു ചായക്കടയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാനും പലതിനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ നിന്ന് മാറി അത് കുറേം കൂടി നിങ്ങൾ ഏത് ഡിജിറ്റൽ സ്പേസും നമ്മൾ പറയല്ലോ, ഒരു ക്രിയേറ്ററും ഉണ്ടാവും, ഒരു റീഡറും ഉണ്ടാവും. ക്രിയേറ്റേഴ്സ് ആണ് സ്പേസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരുപാട് ക്രിയേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് കൂടിയാണ് ഫേസ്ബുക്കിന്റെ ഒരു സമയത്ത് വിജയം. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പുകളിൽ ക്രിയേറ്റേഴ്സ് എന്ന് മാറിയിട്ട് കൂടുതലും കൺസ്യൂമേഴ്സ് ആവുന്ന ഒരു സ്പേസിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ റീൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും കൺസ്യൂമേഴ്സ് ആണ്, റീലുകളുടെയോ അല്ലെങ്കിൽ വീഡിയോസിന്റെ കൺസ്യൂമേഴ്സ് ആണ്, ക്രിയേറ്റേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ക്രിയേറ്റേഴ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റേഴ്സിന്റെ എണ്ണം കുറയുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ പോസ്റ്റിംഗ് സീറോ എന്നുള്ള ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ക്രിയേറ്റേഴ്സ് കുറഞ്ഞില്ലെങ്കിൽ അവർക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഓരോ കാലത്തിനനുസരിച്ച് ഈ പ്ലാറ്റ്ഫോംസ് ഇവോൾവ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. കാരണം ഇവർക്ക്
സസ്റ്റെയിൻ ചെയ്യണമല്ലോ, പൈസ വേണമല്ലോ, അല്ലെങ്കിൽ വർക്കൗട്ട് പോലെ പൂട്ടിപ്പോകുന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഇവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് അത് ഒരു സ്പേസ് കൊടുത്തിട്ടാണ്. അതിൽ ഏറ്റവും എളുപ്പം ഏറ്റവും അധമ വികാരങ്ങൾക്ക് സ്പേസ് കൊടുക്കുന്നതാണ്. അത് ഫാക്റ്റാണ്. ഇപ്പോൾ വയലൻസും പോൺ വീഡിയോസ് ഇതിനൊക്കെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ റീച്ചും സ്പേസും ഒക്കെ ഉള്ളത്. മനുഷ്യൻ്റെ അധമവികാരങ്ങളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളത് യൂണിവേഴ്സൽ ഫാക്റ്റാണ്. അപ്പോൾ അതിലോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും തീരുമാനമാണ്. നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്രിയേറ്റേഴ്സിന് സ്പേസ് കൊടുക്കുകയും അവർക്ക് അത് മോണിറ്റൈസ് ചെയ്യാനുള്ളൊരു അവസരവും കൊടുത്തു കഴിയുമ്പം മോണിറ്റൈസേഷൻ ആണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം കണ്ടന്റിലേക്ക് പോകും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റിൻ്റെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സും മറ്റേതും മറിച്ചൊക്കെയാണ്. ഇതും കമ്മ്യൂണിറ്റി തീരുമാനിക്കുന്നതാണ് അൾട്ടിമേറ്റ്ലി. അപ്പോൾ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഈ മെറ്റയും ഇവരെല്ലാവരും കൂടെ തന്നെ ഓവർ ടൈം ആക്സെപ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് അത് വരാൻ തുടങ്ങും. കാരണം കോമ്പീറ്റിംഗ് പ്ലാറ്റ്ഫോംസ് വേറെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നതോ ഈ ഡിസ്കസ് ചെയ്യുന്നതോ അല്ല. ഇപ്പോൾ അൻവറിന് കൂടുതൽ അറിയായിരിക്കും. ഇപ്പോൾ ഡിസ്കോഡ് പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയും കഴിഞ്ഞ് വേറെയും പിന്നെ വന്നായിരുന്നല്ലോ, വേറെ എന്താ പറയുക, നമ്മൾ റെഡിറ്റ് പോലുള്ള റെഡിറ്റ് ഉണ്ട്. പക്ഷേ ഈ യങ്ങർ ജനറേഷൻ കുറെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ഭാഷയും അവിടുത്തെ ലെവൽ ഓഫ് വയലൻസും കൂടെ കുറച്ച് കടുപ്പമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ അറ്റാക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നുവെങ്കിൽ ഇതൊന്നും അല്ല. ഡിസ്കോഡിലൊക്കെ ഉള്ള ചില ഗ്രൂപ്പുകളിൽ സ്കൂൾ കുട്ടികൾ വരെയുള്ള ഗ്രൂപ്പിൽ അവർ വയലൻസ് മാത്രമല്ല സൂയിസൈഡ് ഒക്കെ പുഷ് ചെയ്യും, പ്രൊമോട്ട് ചെയ്യൊക്കെ വളരെ ക്രൂവലായിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഇനി എത്ര കൊല്ലത്തേക്കാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ടാവും നമ്മൾ കരുതേണ്ടത്? അപ്പം അങ്ങനെ അഥവാ നാളെ ഫേസ്ബുക്കിനൊരു ഒരു ചർമ്മം ഉണ്ടായാൽ, അത് ആളില്ല പ്രേത വീട് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഷോപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ ഭാവി എന്തായിരിക്കും? നമ്മളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമുക്കതൊരു ആഘാതമായിരിക്കുമോ അതോ റിലീഫ് ആയിരിക്കുമോ? അല്ലെങ്കിൽ നമ്മളൊരു ടൂൾ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ആ ടൂളില്ലാതെ നിൽക്കുന്നൊരവസ്ഥ. നമ്മൾ വേറെ ടൂൾ ചിലപ്പോൾ ഉപയോഗിക്കും. ഇപ്പോഴും അത്ര എന്താ പറയുക, ഡെയിലി നമ്മൾ ഒബ്സസ്ഡ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതൊരു പ്രശ്നമുള്ളൂ. ചിലരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രാവിലെ പത്രം വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വൈകിട്ട് TV ചർച്ച വയ്ക്കുന്നത്, ഇത് ചിലരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇമാജിൻ, ഇപ്പോൾ പത്രം നിന്ന് പോയാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ വൈകിട്ടത്തെ ചർച്ചകൾ നിന്ന് പോയാൽ എന്താണെന്ന് പ്രശ്നമില്ല. ഫേസ്ബുക്കിൽ നിന്ന് വിട്ട് നിന്നാൽ ചത്തുപോകുന്നുമില്ല. അങ്ങനെ ഒരു എസെൻഷ്യാലിറ്റി ഒന്നുമുള്ള ഐറ്റം അല്ല. ആൻഡ് ഐ തിങ്ക് അവർ തന്നെ ഐദർ ഇവോൾവ് ചെയ്ത് വേറൊരു സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൊണ്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമായിരിക്കും. ഓവർനൈറ്റ് അതിനങ്ങനെ, കാരണം ഇറ്റ്സ് ഹ്യൂജ്. ഇത്രയും ആൾക്കാരെ ഇത്രയും ഡാറ്റയും കയ്യിൽ കിട്ടുന്നത് അവരങ്ങനെ ചുമ്മാ കളയാനൊന്നും പോകുന്നില്ലല്ലോ. ആളുകൾ എന്തിലെങ്കിലേക്കൊക്കെ ചേക്കേറുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു മെറ്റ വിൽ ബൈ ദാറ്റ് പ്ലാറ്റ്ഫോം. അതും പിന്നെ മാത്രമല്ല അവർ ഇപ്പൊ ഒരു കാര്യം കൂടെ, അതായത് നമ്മൾ ഇപ്പൊ ഇതിനകത്ത് കൂടുതലും ഉള്ളത് ഒരു 35 to 40 എന്നൊക്കെ പറഞ്ഞല്ലോ, ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട്. നമുക്ക് ഈ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള കുറച്ച് പേര് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ മറ്റ് യങ്ങർ ക്രൗഡിന്റെ കയ്യിൽ എപ്പോഴും എക്സ്പെൻഡബിൾ മണി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ പൈസ ഉള്ളിടത്തോളം കാലം ഇവരെ ഊറ്റാനുള്ള മാർഗം എന്തായാലും ഇവർ നോക്കുന്ന എനിക്ക് തോന്നുന്നത്. ഈ ഒരു കോഹോട്ട് ഉണ്ടല്ലോ 35 to 45 സംതിങ്, ഇവര് തട്ടിപ്പോകുന്നവരെങ്കിലും ഇവരെ എങ്ങനെയെങ്കിലും പിടിവിടാതെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയുന്നത് മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം നിലനിൽക്കും, ഫേസ്ബുക്ക് നിലനിൽക്കുക എന്നുള്ളത് വേറെ ചോദ്യമാണ്. പക്ഷെ മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം നിലനിൽക്കും. നമ്മുടെ റോൾ എന്താണ്? ഞാനിപ്പോ കാണുന്നത്, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലത്തെ ക്രിയേറ്റർമാരല്ല, നമ്മളെയൊക്കെ മാറ്റി സ്ഥാപിക്കാൻ പോണ ഏജന്റുകളെ പരിശീലിപ്പിക്കാനുള്ള ട്രെയിനിങ് ഡാറ്റയാണെന്നുള്ളതാണ്. അതൊരു വലിയ ഫാക്ടറാണ് ആക്ച്വലി. ഇപ്പം നമ്മളിടുന്ന ഓരോ പോസ്റ്റും അവരുടെ ഈ ബോട്ടുകളെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റയായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇടാതിരിക്കുമ്പോൾ അവർക്ക് ആ ഡാറ്റ കിട്ടാതിരിക്കുന്നു. അപ്പോൾ അവർ അടുത്തായിട്ട് ആശ്രയിക്കുന്നത് നമ്മുടെ റിയാക്ഷൻസിനെയാണ്. അതായത് നമ്മൾ എവിടെ പോയി എന്ത് കാണുന്നു, എത്ര നേരം കാണുന്നു, അല്ലേ അനൂർ? അതൊന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യാം അനൂർ. നമ്മളിപ്പോ കണ്ട ട്രാൻസിഷൻ എന്തൊക്കെയാണ്? അതായത് ഒരു കമ്മ്യൂണിറ്റികളുടെ ചായക്കടയിൽ നിന്ന് ഇപ്പൊ നമ്മള് അവിടെ നിന്ന് ഒരു മൂവ് ചെയ്തിട്ട് ഇപ്പൊ ഏജന്റുകളുടെ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ട്രെയിനിങ് ഡാറ്റ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മനുഷ്യന്മാർ പരസ്പരം സംസാരിച്ചു കൊടുത്ത് ഏജന്റുകൾ പരസ്പരം സംസാരിക്കും. നമുക്ക് കാണാം ഓൾറെഡി എത്രത്തോളം കണ്ടന്റിനുള്ള അറ്റൻഷൻ വിസിബിലിറ്റി നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടായി വരുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടന്റ് എഴുതുമ്പോൾ ക്രിയേറ്റ് യൂസിങ് AI എന്ന് പറയുന്ന ഒരു ക്യൂറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്ന ഒരു സിന്തറ്റിക് റിയാലിറ്റി സ്പേസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം എന്ന്, മനുഷ്യനും ഏജന്റും തമ്മിലുള്ള ദൂരം നിങ്ങളുടെ ഒരു എയ്ഡിങ് പ്രോംപ്റ്റിന്റെ ഉള്ളില് നിങ്ങളുടെ പോസ്റ്റിന്റെ ഒപ്പം നിങ്ങൾ ഇമേജ് ചേർക്കൂ, നിങ്ങളുടെ പോസ്റ്റിന്റെ ഒപ്പം നിങ്ങൾ ഇത് ചേർക്കൂ എന്നൊക്കെ പറയുന്ന ആ സിന്തറ്റിക് റിയാലിറ്റി ലെവലിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എത്തി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഫേസ്ബുക്ക് ചിലപ്പോൾ ലെഗസി യൂട്ടിലിറ്റി ആയേക്കാം, പുതിയ പ്ലാറ്റ്ഫോംസ് ഇവോൾവ് ചെയ്തേക്കാം. ചിലപ്പോൾ ലാൻഡ് ലൈൻ ഫോൺ പോലെ അക്കൗണ്ട് ഉണ്ടെങ്കിലും ആരും സംസാരിക്കാത്ത സ്പേസ് ആയി മാറിയേക്കാം. ഇതൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ
മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം നിലനിൽക്കും. അത് ചിലപ്പോൾ എന്താ പറയുക, മെറ്റയുടെ ഓഡിയോ വിഷ്വൽ റൈബാൻ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതേപോലുള്ള പുതിയ ഒരു സ്പേസിലായിരിക്കും ചിലപ്പോൾ നിലനിൽക്കുക. VR സ്പേസിലോ ഒക്കെ AR സ്പേസിലോ ഒക്കെ ആയിരിക്കും നിലനിൽക്കുക. അപ്പോ ഇതിങ്ങനെ തന്നെ ആവണം, നിങ്ങളെല്ലാവരും വന്ന് സ്ക്രീനിൽ വന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടാവണമെന്നില്ല. ഇറ്റ്സ് എ ബിഗ് റൂം, റൈറ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് അങ്ങനെ ഇത്ര വലിയ ചോദ്യത്തോട് ഉത്തരം പറയാൻ മാത്രം ഞാൻ ഇതായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു ചോദ്യമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫേസ്ബുക്കിന്റെ ഭാവി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഗസ്സൊന്നുമില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. കാരണം ഇപ്പം എത്ര AI റീപ്ലേസ്മെന്റ് നടന്നു എന്ന് പറഞ്ഞാലും മനുഷ്യന്മാർ അത് അനിവർ ചേട്ടനൊക്കെ വളരെ കൃത്യമായി, ചേട്ടനും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ഇമോഷണൽ സംസാരങ്ങളൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നല്ല. ഇപ്പം എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു AIക്ക് എന്താണ് വിശപ്പ് എന്നുള്ളത് ടെക്നിക്കലി പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ ഒരു ഇമോഷൻ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അത്തരം വർത്തമാനങ്ങളും എനിക്ക് തോന്നുന്നു പല രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ നമ്മുടെ ഇടയ്ക്ക് നിലനിൽക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉറപ്പായിട്ടും ഇവിടെ കാണും. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ പേരുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിന് എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി എനിക്കൊരു സ്പെഷ്യൽ ഐഡിയ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും.